Good morning, students. How are you? Are you fine? I hope all of you are doing well. അല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ? നമ്മളിപ്പോൾ എത്ര ലെസൺ പഠിച്ചു കഴിഞ്ഞു? നമ്മൾ 7th ലെസൺ വരെ പഠിച്ചല്ലേ? 7th ലെസൺ കഴിഞ്ഞ് ഇനി 8th ലെസൺ മീൻസ് ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഓവർ 8th ലെസൺ. നമ്മൾ 8th ലെസൺ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി ഒരു ലെസണോടെ കഴിയുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ പോർഷൻ തീരും. 9th വരെ ഉള്ളൂ നമുക്ക് ലെസൺ. നിങ്ങൾക്ക് എല്ലാവർക്കും ടെസ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ടെസ്റ്റ് നോക്കിയല്ലേ ഇരിക്കുന്നത് മിസ് പഠിപ്പിക്കുമ്പോൾ ആണല്ലോ. ഇത് ഈ ലെസൺ ഇപ്പോൾ ഇന്ന് ഈ പീരീഡ് കൊണ്ട് നമുക്ക് തീരും. അത് കഴിഞ്ഞ് മിസ് അതിൻ്റെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിലൊക്കെ കാണിക്കും. പിന്നെ പഴയത് റിവിഷൻ ചാപ്റ്റർ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് അവർ 8th ലെസൺ? മാപ്സ് അറ്റ് യുവർ ഫിംഗർ ടിപ്സ്. നമ്മുടെ 8th ലെസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മാപ്പ്. നിങ്ങൾക്ക് സോഷ്യൽ സ്റ്റഡീസിനകത്ത് നിങ്ങൾ മാപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഗ്ലോബ് മാപ്പ് ഇതൊക്കെ മിസ്മാർ കാണിച്ചു തന്നിട്ടുണ്ടാവും അല്ലെ? 4th സ്റ്റാൻഡേർഡിലാണെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഈ വർഷം കണ്ടില്ലെങ്കിലും മാപ്പൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ മാപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? കമ്പ്യൂട്ടറിൽ കൂടെ നമ്മൾ മാപ്പ് കാണും. മാപ്പിലൂടെ ഓരോ സ്റ്റേറ്റും കൺട്രീസും കോണ്ടിനെന്റ്സും ഒക്കെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് കമ്പ്യൂട്ടറിൽ കേട്ടോ. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത്. കെ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലെ മാപ്പ് കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ പേരാണ് ഇത്, കെ ജോഗ്രഫി കേട്ടോ. അപ്പൊ കെ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് അതിനകത്തിൽ സ്റ്റേറ്റ്സ് ഒക്കെ കണ്ടുപിടിക്കാനും ക്യാപിറ്റൽസ് കണ്ടുപിടിക്കാനും കോണ്ടിനെന്റ്സ് നെയ്ബറിംഗ് കൺട്രീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യും. അപ്പൊ കെ ജോഗ്രഫി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനാണ് ഈ ലെസൺ പഠിക്കുന്നതിലൂടെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഏത് സോഫ്റ്റ്വെയർ ആണ്? കെ ജോഗ്രഫി. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ അവിടെ പിക്ചർ കൊടുത്തേക്കുന്നത് ഒരു ഗ്ലോബ് ഒരു കുട്ടി ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അല്ലേ? അതുപോലെ ഒരു പൂച്ച എങ്ങനെ ലാപ്ടോപ്പ് കൈകാര്യം ചെയ്യുന്ന പടമുണ്ട് കണ്ടോ. യു ഹാവ് ലേൺഡ് അബൌട്ട് റിവേഴ്സ് ഇൻ ഇന്ത്യ ഇൻ ചാപ്റ്റർ അവർ ഇന്ത്യ ഇൻ യുവർ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക്. സോഷ്യൽ സയൻസിലെ ടെക്സ്റ്റ് ബുക്കില് റിവേഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഏത് ചാപ്റ്റർ ആണെന്ന് പറഞ്ഞാൽ അവർ ഇന്ത്യ ഇൻ യുവർ സോഷ്യൽ സയൻസ്. അവർ ഇന്ത്യ എന്ന് പറയുന്ന ലെസൺ നിങ്ങൾക്കുണ്ടോ? ആ ലെസണിൽ നിങ്ങൾ റിവേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടോ സോഷ്യൽ സ്റ്റഡീസിനകത്ത് കേട്ടോ. At an extended activity related this chapter shall we know more about the Ganga which originates at Himalayas. അതായത് ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഗംഗ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഹിമാലയാസ്. But teacher, how can I find states through which the Ganga flows? എങ്ങനെയാണ് ഞാൻ ഗംഗ ഫ്ലോ ചെയ്യുന്ന സ്റ്റേറ്റ് എവിടെ നിന്നാണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടീച്ചർ ചോദിക്കുകയാണ്. How can you find it using Atlas, a map or the software that help us to learn geography? Atlas മാപ്പ് അറ്റ്ലസ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ കെ ജോഗ്രഫി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്തോ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും കേട്ടോ. കെ ജോഗ്രഫി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഗംഗ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ഗംഗ ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഗംഗ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിൽ നിന്നാണെന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി കെ ജോഗ്രഫി എന്താണ് ഇവിടെ പറയുന്നത്? കെ ജോഗ്രഫി, there are several software solutions to help us learn geography. ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് ജോഗ്രഫി പഠിക്കാൻ വേണ്ടി. നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർ ഒക്കെ അവൈലബിൾ ആണ്. കെ ജോഗ്രഫി ഈസ് വൺ സച്ച്. അതുപോലെ സഹായിക്കുന്ന, അതായത് സോഷ്യൽ സ്റ്റഡീസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി സഹായിക്കുന്ന സോഷ്യൽ സ്റ്റഡീസ് സബ്ജക്ട് അല്ലെങ്കിൽ ജോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്ട് കൂടുതൽ പഠിക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് കെ ജോഗ്രഫി കേട്ടോ. യു ക്യാൻ ഗെറ്റ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. ഈ കെ ജോഗ്രഫിയിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ലഭിക്കും കേട്ടോ. സച്ച് ആസ് ഇന്റർനാഷണൽ ബൗണ്ടറീസ്, നാഷണൽ ഫ്ലാഗ്സ്, നെയിംസ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ ക്യാപിറ്റൽസ്. നമുക്ക് കെ ജോഗ്രഫിക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് പറഞ്ഞേക്കുന്നത്? ഇന്റർനാഷണൽ ബൗണ്ടറീസ്. ഇന്റർനാഷണൽ ബൗണ്ടറീസ് എവിടെയൊക്കെയാണ് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ നാഷണൽ ഫ്ലാഗ്, ഓരോ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ ഓരോ രാജ്യത്തിന്റെ നാഷണൽ ഫ്ലാഗുകൾ ഏതൊക്കെയാണ്, ഓരോ രാജ്യത്തിന്റെ നാഷണൽ ഫ്ലാഗ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. നെയിംസ് ഓഫ് സ്റ്റേറ്റ്സ്, എത്ര സംസ്ഥാനങ്ങളുണ്ട് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളുടെ നെയിംസ് കണ്ടുപിടിക്കാൻ. ആൻഡ് ദെയർ ക്യാപിറ്റൽസ്, ഈ സ്റ്റേറ്റിന്റെ ഒക്കെ തലസ്ഥാനം അല്ലെങ്കിൽ ക്യാപിറ്റൽസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിനൊക്കെ നമ്മൾ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യും? ഈ കെ ജോഗ്രഫി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യും. അപ്പൊ കെ ജോഗ്രഫി എന്താണെന്ന് പറഞ്ഞേ? ജോഗ്രഫി അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് കൂടുതൽ നമുക്ക്
കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുവാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് കെ ജോഗ്രഫി കേട്ടോ. അപ്പൊ കെ ജോഗ്രഫിക്ക് അതിൽ എന്തൊക്കെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞേക്കുന്നത്? ഇന്റർനാഷണൽ ബൗണ്ടറീസ്. എന്താണ് ഇന്റർനാഷണൽ ബൗണ്ടറീസ് കാണാം. പിന്നെ നാഷണൽ ഫ്ലാഗ്സ് ഓഫ് ഡിഫറെന്റ് കൺട്രീസ്. പല രാജ്യങ്ങളുടെയും എന്താണ് നാഷണൽ ഫ്ലാഗുകൾ ഏത് തരമാണ്. നമ്മളിപ്പോ എല്ലാ രാജ്യങ്ങളിലും നമുക്ക് കാണാൻ അറിയത്തില്ല. ഇത് നമുക്ക് ഇതിനകത്ത് കൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. നാഷണൽ ഫ്ലാഗ് ഓഫ് ഡിഫറെന്റ് കൺട്രീസ്. പിന്നെ നെയിംസ് ഓഫ് സ്റ്റേറ്റ്സ്. ഓരോ രാജ്യങ്ങളിൽ എത്ര സ്റ്റേറ്റ്സ് ഉണ്ടോ ആ സ്റ്റേറ്റ്സിന്റെ ഒക്കെ നെയിംസ്, ആ ഓരോ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം? കെ ജോഗ്രഫി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം. ഇറ്റ് ഓൾസോ ഹാസ് സം ഗെയിംസ് ദാറ്റ് ഹെൽപ് ടു ലേൺ യുവർ അവേഴ്സെൽസ്. നമുക്ക് കുറെ ഗെയിമുകൾ ഇതിനകത്ത് കളിക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ നമ്മുടെ പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആൻസർ ഒക്കെ കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പോയിന്റ്സ് ഒക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ഇതിനകത്തില് കെ ജോഗ്രഫിക്ക് അതിൽ എന്തുണ്ട്? ചെറിയ ചെറിയ ഗെയിമുകളും ഉണ്ട്. യു ക്യാൻ ചേഞ്ച് ദ ലാംഗ്വേജ് ഓഫ് കെ ജോഗ്രഫി. നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം. നമുക്ക് സെലക്ട് സ്വിച്ച് ആപ്ലിക്കേഷൻ ലാംഗ്വേജ് ഫ്രം ഹെൽപ്പ് മെനു ഇൻ കെ ജോഗ്രഫി. യു ക്യാൻ ചേഞ്ച് ദ ലാംഗ്വേജ് നെസസറി യൂസിംഗ് പ്രൈമറി ലാംഗ്വേജ് ഓപ്ഷൻ ഇൻ ദ വിൻഡോ ദാറ്റ് ഓപ്പൺസ്. നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ എടുക്കാം, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എടുക്കാം കേട്ടോ. ഹിന്ദിയിൽ വേണമെങ്കിൽ ഹിന്ദിയിൽ എടുക്കാം. ലാംഗ്വേജ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷാണ് നമ്മൾ എടുത്ത് നോക്കുന്നത് കേട്ടോ. ഓക്കെ, കെ ജോഗ്രഫി. ഇനി വാട്ട് ഈസ് കെ ജോഗ്രഫി? കെ ജോഗ്രഫിയുടെ ഡെഫിനിഷനാണ് പഠിക്കുന്നത്. കെ ജോഗ്രഫി ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് ഹെൽപ്സ് us to learn geography. ജോഗ്രഫി പഠിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? കെ ജോഗ്രഫി. കെ ജോഗ്രഫി ഈസ് എ സോഫ്റ്റ്വെയർ വിച്ച് ഹെൽപ്സ് us to learn geography. ജോഗ്രഫി പഠിക്കാൻ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ആര്? കെ ജോഗ്രഫി. Shall we find out the stage through which the Ganga flows using the software? ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഗംഗ ഫ്ലോ ചെയ്യുന്നത് എവിടെ നിന്നാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. Okay, let's find the stage through which the ഗംഗ. ആദ്യം നമ്മൾ ഇനി കെ ജോഗ്രഫി എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കണം. ഓപ്പൺ ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ഓൺ ആപ്ലിക്കേഷൻ മെനുവിൽ നിന്ന് എന്താണ് എഡ്യൂക്കേഷന് കെ ജോഗ്രഫി കേട്ടോ. മറ്റേതൊക്കെ എടുത്തതുപോലെ തന്നെ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ദെൻ സെലക്ട് എഡ്യൂക്കേഷനിൽ നിന്ന് കെ ജോഗ്രഫി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഹൗ ടു ഓപ്പൺ കെ ജോഗ്രഫി? ക്ലിക്ക് ഓൺ ആപ്ലിക്കേഷൻ ആൻഡ് സെലക്ട് എഡ്യൂക്കേഷൻ ആൻഡ് സെലക്ട് കെ ജോഗ്രഫി. ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം എഡ്യൂക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം എന്താണ് കെ ജോഗ്രഫി ക്ലിക്ക് ചെയ്യുക. അപ്പൊ കെ ജോഗ്രഫിയുടെ വിൻഡോ നമുക്ക് കിട്ടും കേട്ടോ. ഇൻ ദ മാപ്പ് ഓഫ് ഇന്ത്യ അപ്പിയേഴ്സ് ഓൺ ദ സ്ക്രീൻ. അപ്പൊ ഇന്ത്യയുടെ ഒരു മാപ്പ് ആയിരിക്കും അവിടെ വരുന്നത് കേട്ടോ. ഇന്ത്യയുടെ മാപ്പ് നമുക്ക് അവിടെ കിട്ടും. നോക്കിയേ, എക്സാമിൻ ദ മാപ്പ്. ഫിഗർ 8.2 പോലെ നമുക്ക് ഒരു പിക്ചർ കിട്ടും കേട്ടോ. കെ ജോഗ്രഫി വിൻഡോ, അതാണ് കെ ജോഗ്രഫിയുടെ വിൻഡോ കേട്ടോ. ഇന്ത്യയുടെ ഒരു മാപ്പ് നമുക്ക് അവിടെ കിട്ടും. നോക്കിയേ, എക്സാമിൻ മാപ്പ് ഫിഗർ 8.1 ആൻഡ് ഐഡന്റിഫൈ ഈച്ച് സ്റ്റേറ്റ് ത്രൂ വിച്ച് ഗംഗ ഫ്ലോസ് യൂസിംഗ് കെ ജോഗ്രഫി സോഫ്റ്റ്വെയർ. ക്ലിക്ക് ഓൺ ദം. റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ബിലോ. അപ്പൊ നമ്മള് ഇതിലെ എവിടെയാണ് ഗംഗ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. സ്റ്റേറ്റ് ത്രൂ വിച്ച് ഗംഗാസ് ഫ്ലോസ് എവിടെയാണ്? ഹിമാചൽ പ്രദേശ് ആണോ ഉത്തരാഖണ്ഡ് ആണോ എവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കണം. യു ഹാവ് ലേൺ ഹൗ ടു ഫൈൻഡ് ദ നെയിംസ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് യൂസിംഗ് കെ ജോഗ്രഫി സോഫ്റ്റ്വെയർ. രണ്ടാമത് പറഞ്ഞേക്കുന്നത് കെ ജോഗ്രഫി സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ഹൗ ടു ഫൈൻഡ് എന്താണ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എല്ലാം എത്ര എണ്ണം ഉണ്ടെന്ന് ഓരോ സ്റ്റേറ്റ്സും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണ്. കെ ജോഗ്രഫി സോഫ്റ്റ്വെയറിലൂടെ ഓരോ സ്റ്റേറ്റും നമ്മൾ ഓരോ സ്റ്റേറ്റിന്റെ നെയിമും അതിന്റെ ക്യാപിറ്റൽസും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആക്ടിവിറ്റി 8.2 പറയുന്നത് ലെറ്റ് ഫൈൻഡ് ദ നെയിംസ് ആൻഡ് ക്യാപിറ്റൽസ് ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. എങ്ങനെയാണ് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളും ആ സ്റ്റേറ്റിന്റെ എല്ലാ ക്യാപിറ്റൽസും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? Using K geography, find the capitals of states that are given in the blue map given below, and examine the states that are marked in the figure. Figure 8.3 കൊടുത്തേക്കുന്ന പോലെ തന്നെ ഓരോന്നും മാർക്ക് ചെയ്ത് വരും. നോക്കിയേ, ഓപ്പൺ K geography software and click on the states one by one. ഓരോ സ്റ്റേറ്റിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലിക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് അനുസരിച്ച് ഇന്ത്യൻ മാപ്പിൽ തന്നെ പോയിട്ട് ഓരോ സ്റ്റേറ്റിലും ക്ലിക്ക് ചെയ്യാം. മൗസ് പോയിന്റർ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് സ്റ്റേറ്റിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തേക്കുന്നത് ആ സ്റ്റേറ്റ്സിന്റെ മൊത്തം ഡീറ്റെയിൽസും നമുക്ക് നമ്മളെ കാണിച്ചു തരും കേട്ടോ. ലാപ്ടോപ്പിൽ ചെയ്യുമ്പോൾ നമുക്ക് അത് കാണിച്ചു തരാം. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളെ കാണിച്ചു തരും. ക്യാപിറ്റൽ എന്താണെന്നും അവരുടെ ഭാഷ എന്താണെന്നും എത്ര പേരുണ്ടെന്നും അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുഴുവനും കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്മള് കെ ജോഗ്രഫി എന്നുള്ള സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ട് ഓരോ സ്റ്റേറ്റും 1 by 1 ആയിട്ട് സെലക്ട് ചെയ്യുക. മൗസ് യൂസ് ചെയ്ത് സെലക്ട് ചെയ്യുക. ആദ്യം സെലക്ട് ചെയ്യുന്ന
ആ ഏതാണോ സ്റ്റേറ്റ് ആണോ ആ സ്റ്റേറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മളെ കാണിക്കും. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ സ്റ്റേറ്റിന്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. നോക്കിയേ 8.3 മാപ്പ് ഓഫ് ഇന്ത്യ വിച്ച് സം സ്റ്റേറ്റ്സ് ആർ മാർക്ക്ഡ്. Complete the table 8.1 on the basis of what you observed in the help of the software. Help us. ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അവിടെ തന്നേക്കുന്ന സ്റ്റേറ്റ്സിന്റെ ക്യാപിറ്റൽ നമ്മൾ അവിടെ കണ്ടുപിടിക്കണം. സ്റ്റേറ്റിന്റെ പേര് ഇതൊന്നും മിസ്സിന്റെ ടെസ്റ്റിനകത്ത് തെളിഞ്ഞിട്ടേ ഇല്ല. എന്തൊക്കെയാണ് നിങ്ങളുടെ ടെസ്റ്റിൽ തെളിഞ്ഞിട്ടുണ്ടോ നോക്കണേ. സ്റ്റേറ്റ്സ് ആൻഡ് ദെയർ ക്യാപിറ്റൽസ്. You have now used K-Geography software to identify Indian states and their capitals in their location. ഓരോന്നിന്റെ ക്യാപിറ്റൽസ് കുറച്ച് സ്റ്റേറ്റിന്റെ പേരെടുത്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ക്യാപിറ്റൽ എവിടെയാണെന്ന് ക്യാപിറ്റൽ എന്താണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ അവിടെ ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്യണം. Now shall we find the neighboring countries of India? ഇന്ന് നമുക്ക് ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ്. ഇപ്പൊ നെയ്ബറിംഗ് കൺട്രീസ് അയൽ രാജ്യങ്ങൾ, ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന തൊട്ട് കിടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, അത് ഏതൊക്കെയാണെന്നും അതിന്റെ ഫിഗർ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം കേട്ടോ. അതിന്റെ പേര് നമുക്ക് കണ്ടുപിടിക്കണം. Now find the neighboring countries of India as suggested in your social science. ഇതും നിങ്ങളുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നെയ്ബറിംഗ് കൺട്രീസ് കേട്ടോ. നെയ്ബറിംഗ് ഏതൊക്കെയാണ്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, അല്ലേ, ചൈന, ഇതെല്ലാം നമ്മുടെ ശ്രീലങ്ക, ഇതെല്ലാം നമ്മുടെ അയൽ രാജ്യങ്ങളാണ് അല്ലേ, തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ മാപ്പിലൂടെ. നമുക്ക് ഇതൊക്കെ K-Geography സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടി നെയ്ബറിംഗ് കൺട്രീസ് നമുക്ക് കാണാൻ സാധിക്കും. India's location and neighboring countries. We have to earlier discuss the continents. Can you identify the continents in which India? അതുപോലെ നെയ്ബറിംഗ് കൺട്രീസും അതുപോലെ നമുക്കുള്ള ഓരോ കോണ്ടിനെന്റ്സും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും കേട്ടോ, ഭൂഖണ്ഡങ്ങൾ. ഫൈൻഡ് ദ ഇന്ത്യസ് നെയ്ബറിംഗ് കൺട്രീസ് ഫ്രം മാപ്പ് ഓഫ് ഏഷ്യ. യൂസ് അഡ്ജസന്റ് മാപ്പ് ഫോർ ദിസ്. Figure 8.4 instructions for identify the neighboring countries of India. Neighboring countries of India യുടെ പേര്, നെയ്ബറിംഗ് കൺട്രീസിന്റെ നെയിംസ് എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ. Let's find out the neighboring countries of India. എങ്ങനെയാണ് നെയ്ബറിംഗ് കൺട്രീസ് കണ്ടുപിടിക്കുന്നതാണ്? Okay, K-Geography software. We can find the names our neighboring countries. For this, open K-Geography. Neighboring countries കണ്ടുപിടിക്കാൻ വേണ്ടി K-Geography ഓപ്പൺ ചെയ്യണം. എങ്ങനെയാ K-Geography ഓപ്പൺ ചെയ്യുന്നത്? ക്ലിക്ക് ഓൺ ആപ്ലിക്കേഷൻ ആൻഡ് സെലക്ട് എഡ്യൂക്കേഷൻ ആൻഡ് സെലക്ട് K-Geography. അപ്പൊ അങ്ങനെ ഓപ്പൺ ചെയ്തു. ക്ലിക്ക് ഓൺ ഈച്ച് ഓഫ് ദ നെയ്ബറിംഗ് കൺട്രീസ് ഓഫ് ഇന്ത്യ. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഓരോ നെയ്ബറിംഗ് കൺട്രീസിലും നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഒബ്സർവ് ദെയർ നെയിംസ് ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയ്ബറിംഗ് കൺട്രീസിന്റെ പേര്, അതിന്റെ ക്യാപിറ്റലും ഒക്കെ നമ്മൾ അങ്ങോട്ട് എഴുതി വെക്കുക. പാകിസ്ഥാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി നമ്മൾ അങ്ങോട്ട് എഴുതാം. നെയ്ബറിംഗ് കൺട്രീസ് പാകിസ്ഥാന്, അഫ്ഗാനിസ്ഥാന്, നേപ്പാള്, ഭൂട്ടാൻ, ഇതെല്ലാം നമുക്ക് എഴുതാം. You can identify the names of continents with the help of K-Geography software. That some way you that examine India's and their neighboring countries. അപ്പൊ അതുപോലെ കോർഡിനൻസ് കണ്ടുപിടിക്കാൻ, ഇന്ത്യയിൽ നമ്മുടെ മൊത്തം കോർഡിനൻസും കണ്ടുപിടിക്കാൻ. ഓക്കെ, ലെറ്റ്സ് എക്സാമിൻ അവർ കോണ്ടിനെന്റ്. എങ്ങനെയാണ് നമ്മൾ കോണ്ടിനെന്റ് കാണുന്നത്, നമ്മൾ ഏത് കോണ്ടിനെന്റ് ആണ്? യൂസിങ് K-Geography software, റൈറ്റ് ദ നെയിംസ് ഓഫ് ദ 5 countries in Asia in the table. For this, open K-Geography software, click the button open map. ഏത് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം? ഓപ്പൺ മാപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ മാപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ദ ഏഷ്യ. ഓപ്പൺ മാപ്പിൽ നിന്ന് ഏഷ്യ സെലക്ട് ചെയ്യുക കേട്ടോ. Complete the table after the observing the names of various countries and clicking of them. You have now understood how to examine the location and boundaries of our country. It states and their capitals, our neighboring countries, the continents of Asia, etc. Using K-Geography software, let's learn game to identify what we have found out. നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും? നമ്മൾ ആദ്യമേ പറഞ്ഞു, സ്റ്റേറ്റ്സിന്റെ നെയിംസ്, കോണ്ടിനെന്റ് നെയിംസ്, ക്യാപിറ്റൽസ് ഓഫ് സ്റ്റേറ്റ്സ്, പിന്നെന്താണ് കോണ്ടിനെന്റ്സ് നെയിംസ്, ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും K-Geographyയുടെ ഹെൽപ്പോട് കൂടി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഗെയിം പറഞ്ഞേക്കാണ് അവിടെ. നമുക്ക് ലെറ്റ്സ് പ്ലേ ദ ഗെയിം ടെക്സ്റ്റ് യുവേഴ്സ് സെൽഫ്. നിങ്ങളെ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് ആൻസർ ഒക്കെ അറിയാമെന്ന് ടെസ്റ്റ് യുവേഴ്സ് സെൽഫ്. ഓപ്പൺ K-Geography. അതിനുവേണ്ടി എന്ത് ചെയ്യണം? K-Geography ഓപ്പൺ ചെയ്യുക. ക്ലിക്ക് ദ ബട്ടൺ ലൊക്കേറ്റ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഇൻ ദ സെക്ഷൻ യുവേഴ്സ് ടെസ്റ്റ് യുവേഴ്സ് സെൽഫ്. എന്നിട്ട് എവിടെ ക്ലിക്ക് ചെയ്യണം? ക്ലിക്ക് ദ ബട്ടൺ ലൊക്കേറ്റ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ലൊക്കേറ്റ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
ആൻഡ് സെലക്ഷൻ ഇൻ ദ ടെക്സ്റ്റ് യുവേഴ്സ് സെൽഫ്, ടെക്സ്റ്റ് യുവേഴ്സ് സെൽഫിലും ക്ലിക്ക് ചെയ്യുക കേട്ടോ. അറേഞ്ച് ദ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ ദ വിൻഡോ ദാറ്റ് ഓപ്പൺസ്. അപ്പം നിങ്ങളോട് കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒരു വിൻഡോ വരും. എക്സാമിൻ ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ് ദാറ്റ് ഓപ്പൺ ദാറ്റ് അപ്പിയേഴ്സ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ആൻഡ് ക്ലിക്ക് ദ സെയിം കെ ജോഗ്രഫി മാപ്പ്. കെ ജോഗ്രഫിയുടെ ലെഫ്റ്റ് സൈഡിൽ ഓരോ സ്റ്റേറ്റിന്റെ നെയിം വരും. അതനുസരിച്ച് അതിനകത്ത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ ആൻസർ കൊടുക്കണം കേട്ടോ. If you have to click the section, correct answer will appear green and if the wrong, it will appear red. കറക്റ്റ് ആൻസർ ആണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ ഗ്രീൻ കളർ വരും, അല്ലെങ്കിൽ എന്താണ് റെഡ് കളർ വരും കേട്ടോ. യുവർ സ്കോർ ഓൾസോ ബി ഷോ. അതുപോലെ ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സ്കോറും കിട്ടും. അങ്ങനെയാണ് ആ ഗെയിം കളിക്കുന്നത് കേട്ടോ. ഓരോ സ്റ്റേറ്റിന്റെയും അല്ലെങ്കിൽ എന്താണ് നമ്മൾ അത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതനുസരിച്ച് നമ്മൾ ആൻസർ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ആഫ്റ്റർ ദിസ് നെയിം ഓഫ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ് വിൽ അപ്പിയർ ആൻഡ് ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സ്റ്റേറ്റിന്റെ നെയിം വരും. പിന്നെ കണ്ടിന്യൂ ചെയ്ത് ഓരോ സ്റ്റേറ്റിന്റെയും കാര്യങ്ങൾ അങ്ങനെ കൊടുക്കാൻ കണ്ടിന്യൂ ദിസ് ആക്ടിവിറ്റി ആൻഡ് ക്വസ്റ്റ്യൻ ആർ ഓവർ. അങ്ങനെ ക്വസ്റ്റ്യൻ തീരുന്ന വരെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? പോയിന്റ് കിട്ടും കേട്ടോ. ഓക്കെ, ഐഡന്റിഫൈ ദ നെയിംസ് ആൻഡ് സ്റ്റേറ്റ് ബൗണ്ടറീസ് ഇൻ ഇന്ത്യൻ ഓഷൻ. അത്രേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. ഈ ലെസൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഫസ്റ്റ് നമ്മൾ പഠിച്ചു വാട്ട് ഈസ് കെ ജോഗ്രഫി. കെ ജോഗ്രഫി എന്താണ്? സോഷ്യൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ജോഗ്രഫി കൂടുതലായിട്ട് പഠിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്? കെ ജോഗ്രഫി. ഹൗ ടു ഓപ്പൺ കെ ജോഗ്രഫി? എങ്ങനെയാണ് കെ ജോഗ്രഫി ഓപ്പൺ ചെയ്യുന്നത്? ക്ലിക്ക് ഓൺ ആപ്ലിക്കേഷൻ ആൻഡ് സെലക്ട് എഡ്യൂക്കേഷൻ ആൻഡ് സെലക്ട് കെ ജോഗ്രഫി. അപ്പൊ കെ ജോഗ്രഫിയിൽ ഒരു മാപ്പ് വരും. മാപ്പിൽ നിന്ന് നമ്മൾ മൗസ് പോയിന്റർ യൂസ് ചെയ്ത് എന്താണോ നമുക്ക് കാണേണ്ട സ്റ്റേറ്റ്സിന്റെ നെയിംസ് ആണെങ്കിൽ അത്, ക്യാപിറ്റൽ നെയിംസ് ആണെങ്കിൽ അത് ഓരോന്നിലും 1 by 1 ആയിട്ട് ഓരോന്നിൽ ക്ലിക്ക് ചെയ്ത് ഓരോ സ്റ്റേറ്റിലോട്ടും പോയി നമുക്ക് ഓരോ സ്റ്റേറ്റിന്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അതുപോലെ പിന്നെ എന്താണ്? നെയ്ബറിംഗ് കൺട്രീസ് കണ്ടുപിടിക്കാൻ സാധിക്കും. അവർ കോണ്ടിനെന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെന്താണ്? ഒരു ഗെയിം ഉണ്ട്. ആ ഗെയിമിൽ എന്താണ്? ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ നമ്മൾ കൊടുക്കാമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന് പോയിന്റ് കിട്ടും കേട്ടോ. അതുപോലെ ബൗണ്ടറീസ് കണ്ടുപിടിക്കാന്, ക്യാപിറ്റൽസ് കണ്ടുപിടിക്കാൻ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണിത് കെ ജോഗ്രഫി സോഫ്റ്റ്വെയർ. അതുപോലെ കോണ്ടിനെന്റ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി എന്താണ്? ഓപ്പൺ മാപ്പിൽ ക്ലിക്ക് ചെയ്ത് ഏഷ്യ, യൂറോപ്പ് അത് എവിടൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? ഈ ലെസൺ നമുക്ക് ഇത്രേ ഉള്ളൂ. മീൻസ് ഇതിന്റെ നോട്ടും കൂടെ അയച്ചു തരാം. കുറച്ചേ ഉള്ളൂ നോട്ട്സും. എല്ലാവരും അതൊക്കെ കാണാൻ പഠിക്കണം. ഇച്ചിരി ഉള്ള നോട്ട്സ് ഒക്കെ കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഇപ്പൊ 8th ലെസൺ ആയി. നമുക്ക് ഒരു ലെസൺ കൂടെ പഠിച്ചു കഴിയുമ്പോൾ ഈ വർഷത്തെ നമ്മൾ IT പോർഷൻ തീരുകയാണ്. ജനുവരിയോട് കൂടി നമ്മളെ പോർഷനൊക്കെ തീരും. പിന്നെ റിവിഷൻ ചാപ്റ്റർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു. Wow. La chasse illégale, les installations croissantes de fils électriques, la pollution constituent les causes majeures de la disparition des aigles à tête blanche. C'est magique. Wow. C'est super bien pensé. Parlons maintenant du mandrill. Savez-vous que c'est une espèce rare de singe qui a été chassée pendant de nombreuses années pour sa viande tendre? Sans vrai projet de protection, les mandrills s'éteindront. Waouh! Moi, ça m'émeut énormément, ça. Franchement, je trouve ça d'une beauté. Un autre chiffre effarant. Chaque année, plus de 600 lions sont tués par des chasseurs de trophées. Avec le temps, les fauves ont perdu 85% de leur espace vital au profit de l'homme. Si nous ne faisons rien, nous mettons en danger la survie des félins. C'est ensemble que nous devons agir. L'avenir de notre planète est entre nos mains. Il est temps d'en prendre conscience.